ഗോപൻസ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ അഭിഭാഷകർ ബന്ധുക്കൾക്ക് ഒരു നിർദ്ദേശം വെച്ചു. അതായത് ഇനി മാധ്യമങ്ങളെ അഭിഭാഷകർ അറിയിക്കാതെ കാണരുത്. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിർദ്ദേശം അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ബന്ധുക്കൾക്ക് പോയത്. അതുകൊണ്ട് ഇതുവരെ ഭാര്യ സുലോചനയോ മക്കളായ സനന്ദനോ രാജസേനനോ ഒരു മാധ്യമപ്രവർത്തകരെയും കണ്ടിട്ടില്ല. നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ അവരുടെ ആറാറിൻമൂട്ടിലെ വീടിന് സമീപത്ത് തന്നെയുണ്ട്. ഈ സ്ലാബിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് അവരുടെ വീടുള്ളത്. പക്ഷേ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞ ഈ മരണപ്പെട്ട സമയവുമായി ബന്ധപ്പെട്ട് ഭാര്യ സുലോചന പറഞ്ഞതും മക്കൾ രാജസേനനും സനന്ദൻ പറഞ്ഞതുമൊക്കെ ചില സമയത്തിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പല മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പല സമയമൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ട. പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ റിയാക്ഷൻസ്, ഇവരുടെ പ്രതികരണം വെച്ച് ഉള്ള ട്രോളുകളും മറ്റും ഉയരുന്നത് കൂടി കണക്കിലെടുത്താണ് മാധ്യമപ്രവർത്തകരെ കാണരുത് എന്ന നിർദ്ദേശം നൽകിയത്. അത് ഇതുവരെ ബന്ധുക്കൾ പാലിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള നടപടിയിലേക്ക് പോയാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് ഹൈക്കോടതിയിൽ ഈ സ്ലാബ് പൊളിക്കരുത് എന്നാവശ്യപ്പെട്ട് ഒരു റിട്ട് ഹർജി ബന്ധുക്കൾ നൽകുന്നുണ്ട്. അങ്ങനെ ഒരു ഹർജി നൽകുകയാണെങ്കിൽ ആ ഹർജിയിൽ കോടതിയുടെ തീരുമാനം വരുന്നത് വരെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കും കടക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. അതായത് കോടതി ഒരു തീരുമാനം പറയട്ടെ, കോടതി തീരുമാനം പറയുന്നതിനനുസരിച്ച് മാത്രം സ്ലാബ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ മതി എന്നാണ് തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്ലാബ് പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്ന് വേണം കരുതാൻ. മറ്റു നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര SHOയ്ക്ക് ജില്ലാ കളക്ടർ നടപടിക്രമങ്ങൾ എല്ലാം തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകി. ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് തിരുവനന്തപുരത്ത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് തുടർ നടപടികൾ എന്ന തീരുമാനത്തിലാണ് തിരുവനന്തപുരം സബ് കളക്ടറായ OV ആൽഫ്രഡ് ഉള്ളത്. മറ്റ് അടിസ്ഥാനപരമായ ഈ സ്ലാബ് പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഒപ്പം ഹൈന്ദവ സംഘടനകൾ, ഇത് പൊളിക്കരുത് എന്നാവശ്യപ്പെടുന്ന ഹൈന്ദവ സംഘടനകളുമായി പോലീസ് നെയ്യാറ്റിൻകര DYSP മറ്റും സംസാരിക്കുന്നുണ്ട്. പൊളിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ എതിർപ്പ് ഉയരാതിരിക്കാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗത്തിലാണ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഇന്നലെയൊക്കെ ഈ വീട്ടിൽ, ഇതാണ് ഗോപൻസ്വാമിയുടെ വീട്, ഈ വീട്ടിൽ മക്കൾ ഫുൾ ടൈം പുറത്തുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അവർ പുറത്തേക്കും വരുന്നില്ല. വീടിൻ്റെ ഡോറ് അകത്തുനിന്ന് പൂട്ടിയ ഒരു സ്ഥിതിയിലുമാണ്. സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം കഴിഞ്ഞ ദിവസങ്ങളുള്ളതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്. രാത്രി മുഴുവൻ ഇന്നലെ ഏതാണ്ട് SIയുടെ നേതൃത്വത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കോടതി നടപടികൾ അനുസരിച്ചായിരിക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികളുള്ളത്. മക്കൾ മാധ്യമപ്രവർത്തകരെ കാണരുത് എന്ന നിർദ്ദേശം അഭിഭാഷകൻ നൽകി എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം.